Hello, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. Okay, let's go to the video. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെർബ് കോൺജുഗേഷനെ കുറിച്ചാണ് പഠിച്ചത്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെർബ് കോൺജുഗേഷനിലെ ചില സ്പെഷ്യൽ കേസസ് ആണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജർമ്മൻ ഭാഷയിലെ സ്പെഷ്യൽ കേസസ് ഇൻ വെർബ് കോൺജുഗേഷൻ എന്ന് പറയുന്നത് വെർബ് എൻഡിങ് ഡേ, ടേ, എസ്, എസെറ്റ് ഓർ സെറ്റ്. വെർബ് എൻഡിങ്ങിൽ ഈ ലെറ്റേഴ്സ് വരുമ്പോഴാണ് കോൺജുഗേഷനിൽ ചെറിയതായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെർബ് സ്റ്റെമ്മ്, അതിൻ്റെ എൻഡിങ് എസ്, എസെറ്റ്, സെറ്റ് എന്ന ലെറ്റേഴ്സ് വരുമ്പോൾ ദു ഫോമിൽ നമ്മൾ കോൺജുഗേഷൻ ചെയ്യുന്നത് റെഗുലർ വെർബ്സിൽ എസ് ടി ആയിരുന്നു. ഇങ്ങനെയുള്ള വെർബുകൾ വരുമ്പോൾ അതിൻ്റെ എസ് ടി ചേഞ്ചസ് ടു ടി. അവിടെ ടി മാത്രമേ വരികയുള്ളൂ. കാരണം ആ വെർബിൻ്റെ അവസാനം ഓൾറെഡി എസിൻ്റെ ഒരു പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് റൈസൻ. റൈസൻ മീൻസ് ടു ട്രാവൽ. ഇതിലെ വെർബ് എൻഡിങ് ആയിട്ടുള്ള ഇ എൻ മാറ്റി വെർബ് സ്റ്റെം എടുക്കുകയാണെങ്കിൽ REIS, റൈസ്, എസ് ആണ് വരുന്നത്. അപ്പോൾ ദു ഫോമിൽ നമ്മൾ ഇതിൻ്റെ കൂടെ എസ് ടി അല്ല ടി മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇഷ് റൈസെ, ദു റൈസ്റ്റ്, എർസിയസ് റൈസ്റ്റ്, വിയർ റൈസൻ, ഇയർ റൈസ്റ്റ്, സി ഓർഡർ സി റൈസൻ. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് ഹൈസൻ. ഹൈസൻ മീൻസ് ടു ബി കോൾഡ്. ഇതിൻ്റെ കോൺജുഗേഷൻ വരുന്നത് ഇഷ് ഹൈസെ, ദു ഹൈസ്റ്റ്, എർസിയസ് ഹൈസ്റ്റ്, വിയർ ഹൈസൻ, ഇയർ ഹൈസ്റ്റ്, സി ഓർഡർ സി ഹൈസൻ. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ദു ഫോമിൽ എസെറ്റ് കഴിഞ്ഞിട്ട് ടി മാത്രമാണ് നമ്മൾ എൻഡിങ്ങിൽ ആഡ് ചെയ്യുന്നത്. ഇനി സ്പെഷ്യൽ കേസസിലെ മറ്റൊരു ഭാഗമാണ് വെർബ് സ്റ്റെം എൻഡ് ചെയ്യുന്നത് ഡേ ഓർഡർ ടേ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേഷനിൽ ദു, എർസിയസ്, ഇയർ കോൺജുഗേഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഇതിന് ഒരു ഉദാഹരണമാണ് ആർബൈറ്റൻ, ടു വർക്ക്. എല്ലാവർക്കും ഈ വീഡിയോയിൽ കാണാവുന്ന പോലെ ദു, എർസിയസ്, ഇയർ ഫോമിലാണ് ഇതിൻ്റെ കോൺജുഗേഷനിൽ വ്യത്യാസം വരുന്നത്. അതായത് ഇഷ് ആർബൈറ്റെ, ദു ആർബൈറ്റെസ്റ്റ്, എർസിയസ് ആർബൈറ്റെറ്റ്, വിയർ ആർബൈറ്റൻ, ഇയർ ആർബൈറ്റെറ്റ്, സി ഓർഡർ സി ആർബൈറ്റൻ. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ദു ഫോമിൽ വെർബ് സ്റ്റെം കഴിഞ്ഞ് നമ്മൾ EST ആണ് ചേർത്തിരിക്കുന്നത്. എർസിയസ് ഫോമിൽ വെർബ് സ്റ്റെം കഴിഞ്ഞ് നമ്മൾ ETയും ഇയർ ഫോമിലും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഡേ ഓർഡർ ടേ എൻഡിങ് വരുന്ന വെർബിൻ്റെ കോൺജുഗേഷനിൽ വരുന്ന മാറ്റങ്ങൾ. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് റേഡൻ, ടു ടോക്ക്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഷ് റേഡെ, ദു റേഡസ്റ്റ്, എർസിയസ് റേഡറ്റ്, വിയർ റേഡൻ, ഇയർ റേഡറ്റ്, സി ഓർഡർ സി റേഡൻ. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും ദു, എർസിയസ്, ഇയർ ഫോമിൽ വരുന്ന മാറ്റങ്ങൾ. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേ ഫ്രാഗെ, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. വാട്ട്, വാസ്, വാസ്, വു, വെർ, വെർ, ഹൗ, വി, ഫ്രം വെയർ, വോഹർ, വോഹർ, വിച്ച്, വെൽഷെ, വെൽഷെ, ഹൗ മെനി, വി ഫീലെ, വെൻ, വാൻ, വാൻ, വൈ, വാറും, വാറും, വോം, വെൻ, വെൻ, വേർ, വോ, വോ, വേർ ടു, വോഹിൻ, വോഹിൻ, ഹൗ മച്ച്, വി ഫീൽ, ഹൗ ഓഫ്റ്റ്, വി ഓഫ്റ്റ്. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പ്രൊനൗൺസിയേഷൻ റൂൾസും ഫാമിലി ഡീറ്റെയിൽസും കളേഴ്സും ഒക്കെയാണ്. Okay, then wait for the next video.
Tschüss.